മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഐ.ടി. കമ്പനി എക്സാലോജിക്കിന്റെ വിദേശ അക്കൗണ്ടിലെ ഇടപാടുകളിൽ അന്വേഷണം വേണമെന്ന ഉപഹർജി ഹൈക്കോടതി തീർപ്പാക്കിയിരിക്കുന്നു. കമ്പനിക്കെതിരെ നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഐ.ടി. കമ്പനി എക്സാലോജിക്കിന്റെ വിദേശ അക്കൗണ്ടുകളിലെ ഇടപാടുകളിൽ അന്വേഷണം വേണമെന്ന ഉപഹർജിയാണ് ഹൈക്കോടതി തീർപ്പാക്കിയിരിക്കുന്നത്. കമ്പനിക്കെതിരെ നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി A.T. അശ്വതി ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ആതിര, ഇപ്പോൾ ഷോൺ സമർപ്പിച്ചിരിക്കുന്ന ഉപഹർജി ഇപ്പോൾ തീർപ്പാക്കിയിരിക്കുകയാണ്. കാരണം ഇതിൽ മെയിൻ ഹർജിയിൽ തന്നെ ഇതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഉപഹർജി തീർപ്പാക്കിയിരിക്കുന്നത്. അതായത് വീണ വിജയന്റെ ഐ.ടി. കമ്പനി എക്സാലോജിക്കിന്റെ വിദേശ അക്കൗണ്ടിലെ ഇടപാടുകളിൽ അന്വേഷണം വേണമെന്നാണ് ഈ ഉപഹർജിയിലെയും ആവശ്യം. അത് പ്രധാനമായും ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ചാണ് ഉപഹർജി നൽകിയിരിക്കുന്നത്. അപ്പോൾ എക്സാലോജിക്കിനെതിരെ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ ഉപഹർജിക്ക് പ്രസക്തിയില്ല എന്നതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ ഉപഹർജിയിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ആദ്യ ഹർജിയിലെ അന്വേഷണം പൂർത്തിയായാലേ ഉപഹർജിയിലെ ആവശ്യത്തിന് പ്രസക്തിയുള്ളൂ എന്ന് ജസ്റ്റിസ് T.R. രവി വ്യക്തമാക്കിയിരിക്കുന്നു. ആവശ്യമെങ്കിൽ ഹർജിക്കാരനെ വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ട്. വീണ വിജയന് ദുബായിൽ കൊമേഴ്ഷ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നും അവിടേക്ക് SNC ലാവലിൻ അതുപോലെ തന്നെ PwC അടക്കമുള്ള കമ്പനികൾ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇക്കാര്യം കൃത്യമായി അന്വേഷിക്കണമെന്നാണ് ഷോൺ ജോർജിന്റെ ഉപഹർജിയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഈ എക്സാലോജിക്കിനെതിരെ ഒരു അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ വീണ്ടും ഉപഹർജി. അതുകൊണ്ടാണ് ഇത് തീർപ്പാക്കിയിരിക്കുന്നത്. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് SFIO കോടതി അറിയിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. അതേസമയം KSIDCയുടെ ഹർജി ഇന്ന് പരിഗണിച്ചിരുന്നു. തങ്ങൾക്കെതിരായ അന്വേഷണം റദ്ദാക്കണമെന്നായിരുന്നു KSIDCയുടെ ആവശ്യം. ഇത് പരിഗണിക്കാൻ ജൂലൈയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തായാലും ഉപഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കൂടി പ്രധാന ഹർജിയുടെ ഭാഗമായി SFIOയുടെ അന്വേഷണം ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇനി അതിൽ അന്വേഷണം നടന്നില്ല എങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ അന്വേഷണം വേണം, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഷോൺ ജോർജിന് വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും ജസ്റ്റിസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ ഉപഹർജി റദ്ദാക്കുകയല്ല ചെയ്തിരിക്കുന്നത്, തീർപ്പാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് മെയിൻ ഹർജി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് പ്രസക്തിയില്ല എന്നത് കണ്ടാണ് അത് തീർപ്പാക്കിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണം ഇതിൽ എക്സാലോജിക്കിനെതിരായ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. SFIO അത് കോടതിയിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ആതിര, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഐ.ടി. കമ്പനി എക്സാലോജിക്കിന്റെ വിദേശ അക്കൗണ്ടിലെ ഇടപാടുകളിൽ അന്വേഷണം വേണമെന്ന ഉപഹർജി ഹൈക്കോടതി തീർപ്പാക്കി. കമ്പനിക്കെതിരെ നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്.